മരത്താണി പൂരം കളറാക്കി മഞ്ചേരിക്കാർ. തിരുമണിക്കര പുരാതന ഗുരുവായൂരപ്പ ക്ഷേത്രത്തിൽ ഗജവീരൻ പിച്ചിയിൽ രാജീവന്റെ എഴുന്നള്ളിപ്പോടെ ഏകാദശി നാളിനെ വരവേറ്റ് വിശ്വാസികൾ. ദശവിളക്കും സാമൂഹ്യാരാധനയും ലക്ഷനാമ ജപവും അരങ്ങേറി. തിരുമണിക്കര ക്ഷേത്രത്തെ കുറിച്ച് പറയുമ്പോൾ തിരുമണിക്കര ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രം എന്നുള്ളത് വളരെ പുരാതനവും അതോടൊപ്പം തന്നെ ചരിത്രപ്രസിദ്ധവുമായ ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷമാണ് ഏകാദശി മഹോത്സവം എന്നുള്ളത്. കഴിഞ്ഞ ഒരു മാസമായി നടന്നുകൊണ്ടിരിക്കുന്ന ഏകാദശി വിളക്കിൻ്റെ സമാപനമാണ് അവസാന ദിവസം, ഇന്നേ ദിവസം നടക്കുന്ന ഏകാദശി വിളക്ക്. ഇന്നലെ നടന്ന ദേശവിളക്ക് ഈ ദേശക്കാരുടെ വകയായിട്ട് നടക്കുന്ന ഒരു വിളക്കാണ്. അതിൽ പരിപൂർണമായിട്ടും ഈ ദേശത്തെ മുഴുവൻ ആളുകളും പങ്കുചേർന്ന് കൊണ്ടിട്ടുള്ള ഒരു വിപുലമായ പരിപാടികളാണ് നടന്നിട്ടുള്ളത്. അതിൽ ആന ഉൾപ്പെടെയുള്ള എഴുന്നള്ളത്ത് കാര്യങ്ങളെല്ലാം, വാദ്യം, പക്കമേളങ്ങൾ തുടങ്ങിയെല്ലാം ഉണ്ടായിരുന്നു. ഏകാദശി മഹോത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശേഷിച്ച് തൃക്കലങ്ങോട് ഭാഗത്തുള്ള മുഴുവൻ ഗ്രാമത്തിലുള്ള ആളുകളും ഒത്തുചേരുന്ന ഒരു മഹോത്സവമാണ്. അപ്പോൾ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ മാത്രമല്ല, തൊട്ട അയൽ ജില്ലകളായിട്ടുള്ള പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ ഈ ക്ഷേത്രത്തിൽ ഇന്നേ ദിവസം എത്തിച്ചേരലുണ്ട്. ഏകദേശം 1,00,000-ഓളം ആളുകൾ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഈ സമയങ്ങൾ കൊണ്ട് ഇവിടെ ദർശനം നടത്തി പോകുന്നുണ്ട്. കൂടാതെ ഈ ക്ഷേത്ര തട്ടകത്തുള്ള മുഴുവൻ അതിലെ മത മൈത്രി മാത്രമല്ല, എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും എല്ലാ ഭാഗത്തുനിന്നും, എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാറുണ്ട്. മതമൈത്രിയുടെ മകുടോദാഹരണമായി നാടൊന്നാകെ ഉത്സവ പ്രതീതിയിലായി. ഗുരുവായൂർ സന്നിധിയിലെത്താൻ കഴിയാത്തവർ തതുല്യം പുണ്യം കാംക്ഷിച്ച് ഏകാദശി രാവിൽ തിരുമണിക്കരയിലെത്തുന്നു. മരത്താണിയിൽ നിന്നും 93 കേരള.